ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് പെട്ടെന്ന് ഒരു ലഞ്ച് ബോക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ താമസിച്ചു പോയാൽ കുട്ടികൾക്ക് നമ്മുടെ പെട്ടെന്നൊക്കെ ചോറ് കൊടുത്തുവിടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചമ്മന്തി അരയ്ക്കണം, മീൻ വറക്കണം, തോരൻ വയ്ക്കണം. അപ്പോൾ അതൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പുലാവ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് ബസ്മതി അരി. ഞാൻ എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റാണ്. ഇത് അതിനു വേണ്ടി വിലയൊന്നുമില്ല. 80 മുതൽ മേളിലോട്ട് ഇത് വാങ്ങാൻ കിട്ടും. ഇത് 95 രൂപയുള്ളൂ വില. അപ്പം 2 കപ്പ് അരി എടുക്കുകയാണ്. പുലാവ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പാണ് എടുത്തിരിക്കുന്നത്. ചായ കുടിക്കുന്ന കപ്പാണ്. അതിനാണ് 2 കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന ടിഫിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, 1 സ്പൂൺ നാരങ്ങ നീര്, 1 ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് അവസാനം അലങ്കരിക്കാനായിട്ട് സ്വല്പം അണ്ടിപ്പരിപ്പ്, സ്വല്പം മുന്തിരി. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങളുടെ താല്പര്യം. അതിനുള്ള മസാലകൾ: സ്വല്പം മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ, 2 മുട്ട പുഴുങ്ങിയത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണിത്. വെറും 98 രൂപയേ ഉള്ളൂ. 1-2 കവർ വാങ്ങി വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പുലാവ് തയ്യാറാക്കുന്ന വിധം: കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. കുക്കർ അടപ്പിൽ വെച്ച് കുക്കർ ചൂടായി ഇനി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിനകത്ത് ഇടുക. അണ്ടിപ്പരിപ്പ് ചെറിയ ബ്രൗൺ ആകുമ്പോൾ അതിലോട്ട് മുന്തിരിയും ഇടുക. നമ്മൾ വേറെ വറുത്ത് വെച്ചിരുന്നാലും മതി, കുഴപ്പമില്ല. അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാം. കോരിയെടുക്കാം. ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞു വെച്ചു. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പകുതിയെ എടുത്തുള്ളൂ, വലുതായിരുന്നു. ഇനി നമുക്ക് ഇഞ്ചി, സ്വല്പം കറിവേപ്പില. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വഴറ്റാം. അതിലോട്ട് സ്വല്പം ഇഞ്ചി ഇടുക, ഉള്ളി ഇടുക, ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിടുക. വാടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക, കറിവേപ്പിലയും ഇടുക. എല്ലാം ഒന്ന് വാടിയതിനു ശേഷം മസാല ഇട്ടാൽ മതി. അതിലോട്ട് ഈ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും. അതിലോട്ട് ഈ ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും. കുട്ടികൾക്ക് നെയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മസാല: മുളക് പൊടി, ഗരം മസാലപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി. അത് 3 കൂടെ ഇതിനകത്തോട്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇടുക. നല്ലപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെയ്യുമ്പോൾ എണ്ണയും നെയ്യും കൂടെ വേണമെങ്കിൽ പകുതി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അരിയും അതിനകത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്. അതിന് 4 കപ്പ് വെള്ളം ചേർക്കണം. 1 കപ്പിന് 2 കപ്പ് വെള്ളം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളക്കുന്നത് അതിനനുസരിച്ച് അതിന് ഇരട്ടി അരിയാണ് വെള്ളം എടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ നമുക്കൊരു സ്വല്പം കുറയ്ക്കാം. ഒരു 3.5 കപ്പ് ഒഴിച്ചാൽ മതി. അതിട്ട് ഒഴിക്കുകയാണ്. അതിലോട്ട് 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്. ചോറ് കുഴഞ്ഞു പോകാതിരിക്കാനാണ് അത് ഒഴിക്കുന്നത്. എല്ലാം കൂടി അടച്ചു വെച്ച് 2 വിസിൽ കേൾപ്പിച്ചാൽ. അതിൽ കൂടുതൽ ഒട്ടും കേൾപ്പിക്കരുത്. 1 വിസിൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ബസുമതി റൈസിൽ പുഴുക്കലരിയും ഉണ്ട്, പച്ചരിയും ഉണ്ട്. ഇത് പച്ചരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പുഴുക്കലരി കുറച്ച് വേവും കൂടെ ഉണ്ട് അതിന്. ഇതാണ് എളുപ്പം. കുക്കറിന് വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങി വയ്ക്കാം.
2 വിസിലും കേട്ട് കഴിഞ്ഞു. കുക്കർ ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പുലാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്നും ഇത് തന്നെ മതിയെന്ന് കുട്ടികൾ പറയും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബെൽ ഐക്കൺ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. നല്ല നല്ല റെസിപ്പികളും വീഡിയോസും ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.